അവരെ സ്മരിക്കാതെ ഒരിക്കലും ഈ പെരുന്നാൾ സാർത്ഥകമാകില്ല. അവരോട് നമ്മൾ ഐക്യപ്പെടണം. എങ്ങനെ ഐക്യപ്പെടണം? പ്രാർത്ഥനകളെ കൊണ്ട് ഐക്യപ്പെടണം. ഏതെല്ലാം രീതിയിൽ അവരെ സഹായിക്കാനും ചേർത്ത് പിടിക്കാനും കഴിയുമോ ആ രീതിയിലെല്ലാം അവരെ സഹായിക്കാനും ചേർത്ത് പിടിക്കാനും നമ്മൾ സന്നദ്ധരാകണം. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഖുതുബയിൽ ഓതിയതുപോലെ വളരെ ക്ഷാമം പ്രയാസങ്ങൾ ലഭിക്കുന്ന ബുദ്ധിമുട്ടുകൾ ലഭിക്കുന്ന ധാരാളം ആളുകളുണ്ടാകും നമുക്കിടയിൽ. അവരെ ചേർത്ത് പിടിക്കേണ്ട, അവർക്ക് സഹായമാകേണ്ട, അവരെ പരിഗണിക്കേണ്ട ദിനമാണ് ഈ പെരുന്നാൾ സുദിനങ്ങൾ. സ്വതക്ക നൽകൽ ശ്രേഷ്ഠമായ ചില സ്ഥലങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. മക്കയിൽ വെച്ച് സ്വതക്ക നൽകുന്നതിന് പ്രത്യേകം പുണ്യമുണ്ട്. മദീനയിലെ ദാനധർമാദികൾക്ക് പ്രത്യേകം പുണ്യമുണ്ട്. പെരുന്നാൾ സുദിനത്തിലെ ദാനധർമ്മങ്ങൾക്ക് പ്രത്യേകം പുണ്യമുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും. മാസങ്ങളോ കാലങ്ങളായി മരുന്നുകൾ കഴിക്കുന്നവരുണ്ടാകും. മാസാന്തം ആ മരുന്നിന്റെ ചെലവിലേക്ക് ഒരു വലിയ സംഖ്യ ചെലവാക്കുന്നവരുണ്ടാകും. അവരെയൊക്കെ കണ്ട് ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മുടെ പെരുന്നാൾ സാർത്ഥകമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, ആഘോഷിക്കേണ്ട ദിനമാണ് പെരുന്നാൾ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ആഘോഷം എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൊടുന്ന പ്രവണത ഉണ്ടാകാൻ പാടില്ല. വിശ്വാസികളായ നമ്മുടെ ആഘോഷത്തിന് എപ്പോഴും ഒരു മതകീയ മാനമുണ്ടാകും. ആരാധനകളുടെ മേൽപ്പതിയുള്ള ആഘോഷങ്ങളാണ് നമ്മുടെ ആഘോഷം. സന്തോഷവേളകളിൽ തക്ബീറുകൾ വർദ്ധിപ്പിക്കുക ഈ തക്ബീറിന്റെ ദിനങ്ങളാണ്. തശ്രീഖിന്റെ അവസാന ദിനമായ ദുൽഹിജ്ജ 13 അസ്ർ വരെയുള്ള ഫർളും സുന്നത്തുമായ അദാഉം ഖദാഉമായ സർവ്വ നിസ്കാരങ്ങൾക്കും പിറകെ തക്ബീർ മുഴക്കാൻ നിർദ്ദേശമുള്ള സമയമാണ് ഈ മൗസിം. അപ്പോൾ ആഘോഷങ്ങളൊക്കെ മതബന്ധത്തിനകത്ത് നിന്നാകും. എങ്ങനെയാണ് ആഘോഷിക്കുക? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ